ചേട്ടോ നേരെ നമുക്ക് പോണ്ടേ? റെഡിയല്ലേ? ഇന്നാ പൂപ്പനെ വേറൊരു സ്ഥലത്തേക്കാ പോന്നെ. ശരിട്ടാ. ഹായ് ടാറ്റാ മോളോ. എന്ത് ക്രിസ്മസ് അതിന്റെ ഭാഗമായിട്ടൊന്ന് വെടുപ്പാക്കാന്ന് വെച്ചു. എന്താ പോന്നെ എനിക്ക് ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കും നിങ്ങള്. പിള്ളേരെ അപ്പൊ എന്താപ്പ വിശേഷിച്ച് ക്രിസ്മസ് ഒക്കെ അല്ലേ? നേരി ചേച്ചി ഹെൽത്ത് സെന്റർ വരെ പോയേക്ക. അവർക്ക് രണ്ടുപേർക്കുള്ള മരുന്നൊക്കെ ഒന്ന് വാങ്ങണം. അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോ എന്തെങ്കിലും കൈ പെരുമാറി ഒന്നും എടുപ്പാക്കാന്നൊക്കെ വെച്ചു. വയ്യായികണ്ട വയ്യായിക പ്രായമൊക്കെ ആയില്ലേ, ഇപ്പൊ പറയാനൊന്നുമില്ല. മരുന്നൊക്കെ കഴിക്കണ്ടല്ലേ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഹെൽത്ത് സെന്ററിൽ നിന്ന് മരുന്ന് കിട്ടും.
പിന്നെ ഇപ്പൊ നാട്ടുകാരുടെ സഹായത്തോടെയും പിന്നെ കുറച്ച് പെൻഷനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുന്നു. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഞങ്ങൾ ജോസ്പാണ്ടിയും ചേച്ചിയാരൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാ. വളരെ സന്തോഷം. പള്ളിയിലൊക്കെ പോകാൻ പറ്റണ്ടോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എല്ലാ ഓട്ടോറിക്ഷയൊക്കെ കൈ കാണിച്ച് പോണ്ടേ. ജോസ്പേട്ടാ, നിങ്ങൾക്ക് ക്രിസ്മസ് ആയിട്ട് സംസാരിക്കണ്ടേ? ആഴ്ചയിൽ ഒരു വട്ടം ഞായറാഴ്ച പോയാലായി ഞാൻ എൻ്റെ മേലുകുട്ടി. എന്നാ ഞങ്ങള് നാളെ വണ്ടി കൊണ്ടുവരാന്നാ. ക്രിസ്മസ് ആയിട്ട് നക്ഷത്രം ഒന്നിട്ടില്ല ജോസ്പേട്ടാ? ആരിടാൻ, എന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല മക്കളെ. കുഴപ്പമില്ല, ഞങ്ങൾ നക്ഷത്രം കൊണ്ടുവന്നിട്ടുണ്ട്. വൈകുന്നേരം ഞങ്ങൾ വന്നിട്ട് ഇട്ട് തരാം. പിന്നെ നാളെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ, വൈകുന്നേരം പള്ളിയിൽ പോകാനായിട്ട് ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇട്ടിട്ട് വേണം നമുക്ക് പള്ളിയിലൊക്കെ പോവാൻ കേട്ടാ. ഏട്ടൻ വിഷമിക്കുന്ന സന്തോഷമാക്കി ഇരിക്കി, ഞങ്ങളെല്ലാവരും കിട്ടാൻ കൂടെ എല്ലാവരും കൂടെ ഉണ്ട്. എനിക്കുണ്ട് മക്കളെ, പന പോലത്തെ 4 മക്കള്. ആരും തിരിഞ്ഞു നോക്കാറില്ല. എന്റെ മക്കള് പോലും ചെയ്യാത്ത കാര്യങ്ങളാ ഇപ്പൊ നിങ്ങൾ ചെയ്തത്. എന്റെ മേരിക്കുട്ടിക്ക് അനാഥാലയത്തിൽ പോയി കിടക്കാൻ മടിയാന്ന് അറിഞ്ഞപ്പോ എന്റെ താഴെയുള്ള മോന്റെ സമ്മാന ഈ കാണുന്ന ബംഗ്ലാവ്. അവളിത് കണ്ട പൂർത്തിക്കാവും. നിങ്ങൾക്കറിയോ, വർഷങ്ങളോളം ഞാൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ടിട്ട് അത് പോരാഞ്ഞിട്ട് എന്റെ 4 പേരെയും അവിടെ കൊണ്ട് ചെന്നാക്കി. ഇപ്പൊ വലിയ നിലയിലായി. അപ്പൊ അവർക്ക് ഞങ്ങൾ സ്വന്തം പോരാ. അവരെ ദൈവം അനുഗ്രഹിക്കും. ജോസ്പാന്റെ 4 മക്കൾക്ക് പകരം ഞങ്ങൾ സാരഥിയുടെ 40 പേര് ജോസ്പാന്റെ കൂടെ ഉണ്ട്. എന്ത് സഹായത്തിന് വിളിച്ചു ഞങ്ങൾ എപ്പോഴും ഏത് സമയത്ത് രാവായാലും പകലായാലും ഞങ്ങൾ ഓടിയെത്തും. പേടിക്കണ്ട കേട്ടാ. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ട്ടോ. അങ്ങനെ ആവട്ടെ. അപ്പൂപ്പന്റെ മോള് പഠിച്ച് മിടുക്കിയായി വളരണം കേട്ടോ. ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും അമ്മയും അപ്പനെയും എല്ലാവരെയും നോക്കണം കേട്ടോ. ഇതേപോലെയുള്ള പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊക്കെ കുറച്ച് മാറ്റി വെച്ച് എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സൊക്കെ ഉണ്ടാക്കണം കേട്ടോ.